ഞാൻ കഴിഞ്ഞ ദിവസം നെയിം ചേഞ്ചിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആളുകളുണ്ട് ചോദിച്ചു എന്തിനാണ് പേര് ചേഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ആ വീഡിയോയിൽ പറഞ്ഞതിൽ ഞാൻ പേരല്ല ചേഞ്ച് ചെയ്യുന്നത്, എൻ്റെ ഇനിഷ്യലാണ്. സോ മിക്ക ആളുകളുടെയും ഇനിഷ്യൽ എന്ന് പറഞ്ഞ 2 ലെറ്റർ ആയിരിക്കും. നമ്മളത് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ആ 2 ലെറ്റർ എന്താണോ എന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് മേ ബി 30-40 ലെറ്റേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പം അത് കംപ്ലീറ്റ് നമ്മുടെ പാസ്പോർട്ടിൽ വരത്തുമില്ല. നമ്മൾ വിദേശ രാജ്യങ്ങളിലും മറ്റും പോകുമ്പം അവർ കൂടുതൽ സർനെയിം യൂസ് ചെയ്യാണ് നമ്മളെ വിളിക്കുന്നത്. സോ അതാണ് ഞാൻ എൻ്റെ നെയിം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. നെയിം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ആദ്യ പ്രോസസ്സ് എന്ന് പറയുന്നത് ഗസറ്റ് അഥവാ ഗവൺമെൻറ് പ്രസ്, അതിനടുത്തുള്ള ഒരു അക്ഷയയിൽ പോകുക എന്നുള്ളതാണ്. അവിടെ പോയി നിങ്ങൾ 1 and same സർട്ടിഫിക്കറ്റും നോട്ടിഫിക്കേഷനും തയ്യാറാക്കണം. ഈ 1 and same സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ വില്ലേജിൽ കൊടുക്കേണ്ടതല്ല, ഗസറ്റിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ട് വേണം അത് പ്രിപ്പയർ ചെയ്യാൻ. ഇത് രണ്ടുമായിട്ടാണ് നിങ്ങൾ ഗസറ്റിലേക്ക് പോകേണ്ടത്. 1 and same സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ പഴയ ആളും പുതിയ പേര് സ്വീകരിക്കുന്ന ഒരാളാണെന്നും ഡോക്യുമെൻ്റ് എല്ലാം അതിൽ എന്താണ് അതിൻ്റെ ഡോക്യുമെൻറ്റ് നമ്പേഴ്സ്, ഇപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ, വേറെ എന്തെങ്കിലും ഡേറ്റ് കാര്യമുണ്ടെങ്കിൽ അതും ഇവിടെ വെച്ചിട്ടുള്ള എന്ത് ഡോക്യുമെൻ്റാണ് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ 1 and same സർട്ടിഫിക്കറ്റിൽ നോട്ടിഫിക്കേഷനിൽ അവർ ടൈപ്പ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ കെയർഫുള്ളായിട്ട് എല്ലാം കറക്റ്റാണ്, ഡേറ്റ് എല്ലാം കറക്റ്റാണ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഗസറ്റിലെ ഓഫീസറെ കൊണ്ട് ഇതെല്ലാം കാണിക്കാൻ വേണ്ടി. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നും, കാരണം ഞാൻ എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ് മിസ്സായിപ്പോയി, അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റാണ് നമ്മുടെ അക്ഷയയിൽ നിന്ന് ഗസറ്റിലേക്ക് അയക്കുന്നതും അതിൻ്റെ പ്രിൻ്റ് ഔട്ടുമായിട്ടാണ് നമ്മൾ ആ ഓഫീസറെ കൊണ്ട് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഗസറ്റിന് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ്. അത് നമ്മൾ നമ്മുടെ ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന പുതിയ പേര്, അതായത് പുതിയ പേരിൻ്റെ സെൻസ് ഇനിഷ്യൽ ആണെങ്കിൽ എന്താണോ ഇനിഷ്യൽ എന്നുള്ളത് മെൻഷൻ ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുക. ഓഫീസർ അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് മൊബൈലിലൊരു മെസ്സേജ് വരുന്നതാണ് എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി. ആ സമയത്ത് നമ്മൾ പോയി എത്രയാണോ ഗസറ്റിൽ അടയ്ക്കേണ്ട എമൗണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ എനിക്കൊന്ന് 7 to 15 days ആണെന്ന് എൻ്റെ ഒരു പ്രോസസ്സ്. അതിനുശേഷം വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഞാനിപ്പം എൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പറയാവുന്നതാണ്.